നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ്, ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗമായ യഹൂദി എന്ന സ്ഥലത്ത് ഹേരോദാവ് രാജാവ് ഭരിച്ചിരുന്ന കാലം, വടക്കൻ പട്ടണമായ നസ്രത്തിൽ താമസിക്കുന്ന ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവം ഗബ്രിയേൽ മാലാഖയെ ഒരു വിശേഷ കാര്യം അറിയിക്കുന്നതിനായി അയച്ചു. കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. അവൾ വളരെ ദയാലുവും സൽഗുണ സമ്പന്നയുമായിരുന്നു. ജോസഫുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മറിയ വളരെ ആശ്ചര്യപ്പെട്ടു. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾക്ക് മനസ്സിലായില്ല. മറിയ, നീ ഭയപ്പെടണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രത്യേക ദൗത്യത്തിനായി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേരിടണം. അവൻ ദൈവപുത്രനാകുന്നു. അവന്റെ രാജ്യവും ഒരിക്കലും അവസാനിക്കുകയില്ല.
അക്കാലത്ത് മറിയയും യോസഫും താമസിച്ചിരുന്ന സ്ഥലം റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് ആ രാജ്യത്തെ എല്ലാ ജനങ്ങളും നികുതി അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനായി ഒരു പട്ടിക തയ്യാറാക്കുവാൻ നിർദ്ദേശിച്ചു. യോസഫ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായതിനാൽ പട്ടികയിൽ പേര് ചേർക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ മറിയയുമായി പുറപ്പെട്ടു. മറിയയുടെ കുഞ്ഞ് ജനിക്കുവാനുള്ള സമയമായിരുന്നു. ജോസഫ്, ഒന്ന് നിൽക്കൂ. കുഞ്ഞ് ജനിക്കുവാൻ സമയമാണ്. ഈ രാത്രിയിൽ കുഞ്ഞ് ജനിക്കും. രാത്രി കുറേ നേരമായി ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി. ഒടുവിൽ മറിയയുടെ കുഞ്ഞ് ജനിച്ചു. മറിയ കുഞ്ഞിനെ തന്റെ കൈകളിൽ എടുത്തു. ആരോഗ്യവാനായ കുഞ്ഞിനെ നൽകിയതിന് അവൾ ദൈവത്തിന് നന്ദി അറിയിച്ചു.